വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വെള്ളത്തിനു മീതെ നടക്കുന്നു. വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. യേശു അവരുടെ അടുക്കലെത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്താദിയോൻ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ആവശ്യ നേരത്ത് സഹായത്തിനെത്തുന്ന യേശു. യേശുവാകുന്ന വ്യക്തിയെ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോരുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് വേണം വിചാരിക്കാൻ. യേശുവിന്റെ പഠനങ്ങൾ ശ്രവിക്കാൻ വേണ്ടി വന്നുകൂടിയ ജനാവലി ഭക്ഷണമില്ലാതെ വിശപ്പിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം പ്രവർത്തിച്ച് പോലും അവർക്ക് ഭക്ഷണം നൽകാൻ യേശു തയ്യാറാകുന്നു. യേശു നൽകിയ ഭക്ഷണം കഴിച്ച് സംതൃപ്തരായ ജനങ്ങൾ യേശുവിനെ അവരുടെ രാജാവായിട്ട് വാഴിക്കാനുള്ള ഒരു കരുനീക്കം ജനക്കൂട്ടത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് യേശു മനസ്സിലാക്കുന്നു. ഇത്തരം പ്രലോഭനങ്ങളിലൊന്നും യേശു അകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശു അവിടെ നിന്ന് വിസ്മയജനകമായ രീതിയിൽ അപ്രത്യക്ഷമാകുകയാണ്. യേശു അപ്രത്യക്ഷമായി എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായോടുകൂടെ അവരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പങ്ങളായി. എവിടേക്ക് യേശു പോയി എന്നവർക്ക് അറിഞ്ഞുകൂടാ. യേശുവിനെ കാണാനില്ല. പലരും വിചാരിച്ചു യേശു താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കഫർനാമിലേക്ക് തിരിച്ചു പോയി കാണും എന്ന ധാരണയോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു തോണിയിൽ അവർ കയറി കടലിന്റെ മറുകരയിലേക്ക് കഫർനാമിലേക്ക് അവർ തുഴയാൻ തുടങ്ങി. ക്ഷണനേരം കൊണ്ട് ഒരു പ്രകൃതിക്ഷോഭം, കാറ്റ് പ്രതികൂലമായി, കടൽ ക്ഷോഭിച്ചു. ഇവർ തോണി തണ്ടു തുഴഞ്ഞ് ആകെ പരവശരായി. ദൃക്സാക്ഷി കൂടിയായിട്ടുള്ള യോഹന്നാൻ അത് നമ്മോടായിട്ട് പറഞ്ഞു തരികയാണ്. അവരെ ക്ഷീണിച്ച് വളരെ അറ്റം പറ്റി. കാറ്റ് പ്രതികൂലമായതോടുകൂടെ തുഴച്ചില് വളരെ ക്ലേശകരമായി തോന്നുന്നു. യേശു തന്റെ പിതാവായിട്ട് സംവദിക്കുക എന്നുള്ള ഉദ്ദേശത്തിലും കൂടി ആയിരിക്കാം മലയുടെ മുകളിലേക്കാണ് അപ്രത്യക്ഷമായത്. തന്റെ ശിഷ്യന്മാർ കടലിൽ ബുദ്ധിമുട്ടുന്നു എന്ന് യേശുവിന് മനസ്സിലായിട്ട് ഉടനെ തന്നെ യേശു മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ക്ലേശിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു കടലിന്റെ മീതെ നടന്നങ്ങോട്ട് പോവുക. കടലിന്റെ മീതെ നടന്നു വരുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് തോണിയിലുണ്ടായിരുന്ന ശിഷ്യന്മാര് ഭയപ്പെട്ടു. യേശു അവരുടെ ഭയപ്പാട് മുന്നേ കണ്ടുകൊണ്ട് തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന യേശുവാണ് ഞാൻ. യേശുവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് അവർക്കൊരു ആശ്വാസം. യേശുവാണ് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന കടലിന്റെ മീതെ കൂടെ നടന്ന് എന്ന് മനസ്സിലാക്കിയോടുകൂടെ സുവിശേഷകനായിട്ടുള്ള യോഹന്നാൻ നമ്മോട് പറഞ്ഞു തരികയാണ്, യേശുവിനെ അവരുടെ തോണിയിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. യേശു അടുത്തു വന്നിട്ടില്ല. അവര് യേശുവിനെ തോണിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ തോണി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇത് പല ചിന്തകൾ നമ്മളിലെ കൊണ്ടുവരുന്ന ഒരു സുവിശേഷ വാക്യമാണ്. സഭാവിജ്ഞാനീയമനുസരിച്ച് ജീവിതത്തെ ഒരു നൗകയോട് ഉപമിക്കാറുണ്ട്. തോണിയിലുള്ള ഒരു യാത്രയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ആ തോണി യാത്രയിലെ നൗകയിലുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാൻ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ
ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തതിനുള്ള പ്രാപ്തി നമുക്ക് നേടിയെടുക്കാനാകും എന്നുള്ളതാണ് ഈ സുവിശേഷവാക്യത്തിന്റെ പൊരുള് എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. വേണ്ടത് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ പങ്കാളിയാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ദാഹവും ആഗ്രഹവും നമുക്കുണ്ടാകണം എന്ന് മാത്രം. ശിഷ്യന്മാർ കടൽക്ഷോഭത്താൽ മുങ്ങിത്താവാൻ പോകുന്ന തോണിയിലേക്ക് യേശുവിനെ കയറ്റാൻ വേണ്ടി അവർ ആഗ്രഹിച്ചപ്പോ സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു വരുന്നു, അവരുടെ തോണി സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞുവെന്ന്. ഇതാണ് യേശുവും തന്റെ സഭയും തമ്മിലുള്ള ബന്ധം. ഇതാണ് യേശുവും തന്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം. ഇതാണ് യേശുവും തന്റെ മക്കളും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം പുലർത്താൻ ഇടവരുന്ന ഒരു അതുല്യമായിട്ടുള്ള തനിമയാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യേശു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു.